2025 ജൂലൈയിൽ തറക്കല്ലിടൽ നടന്ന 2026 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈനയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആയ മെഗാ ഡാം അയൽ രാജ്യങ്ങളായ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഉറക്കം കെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു സംശയം തോന്നും. ഇതെവിടെയാണ് ഈ ചൈന ഈ ഡാം പണിയുന്നത്? ഇത് ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെ കുറുകെയാണ് ഈ ഡാം വരുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ ജലവിഹിതം കുറയും എന്നൊക്കെയായിരുന്നു ആശങ്ക. കാര്യം ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയിൽ നിന്നുള്ള വെള്ളമെടുത്തിട്ടാണ് ഇവർ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അതിനേക്കാൾ വലിയൊരു ആശങ്ക വരികയാണ്. ഈ പദ്ധതി പ്രകാരം വരുന്ന ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം അതിശക്തമായ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ്. അതായത് ഹിമാലയം ഇപ്പം ഇതിനെ കുറിച്ചൊരു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ സജീവ ഭൂകമ്പ മേഖലയിലാണെന്നാണ് അങ്ങനെ ഒരു ആശങ്ക ഇപ്പം ശാസ്ത്രജ്ഞന്മാർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഡാം എന്താണ്, ഇന്ത്യക്ക് ഇത് ഭീഷണിയാവുമോ, അല്ലെങ്കിൽ തന്നെ ഇത് ഭൂകമ്പം ഉണ്ടായാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഇപ്പം നമുക്ക് എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ കാണാം. സാധാരണ ഇത് ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തും എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എന്താണേലും ഈ ഒരു മെഗാ ഡാമിൻ്റെ പണിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ വൈദ്യുതോൽപാദന ശേഷി എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 ഗിഗാവാട്ട്, അതായത് 60,000 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പദ്ധതിയായിരിക്കും ഈ വരാൻ പോകുന്നത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡാം ആയിരിക്കും എന്നും അറിയാം. ഇത് ചൈനയാണ് നിർമ്മിക്കുന്നത്, ബ്രഹ്മപുത്രയുടെ കുറുകെയാണ് വരുന്നത്. ഇനി ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദിയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ്. പക്ഷേ അതിൻ്റെ ജന്മദേശം ഇന്ത്യയിലല്ല. ഇത് ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ടിബറ്റിലെ ഹിമാനികൾ എന്ന് പറയും. അപ്പം എന്ന് വെച്ചാൽ ഹിമാലയത്തിൻ്റെ അവിടെ നിന്നും മഞ്ഞുമലകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്നും ഉത്ഭവിക്കുമ്പം അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ യാർലുങ് സാങ്പോ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിനുശേഷം ഈ ഹിമാലയം മറികടന്ന് ഇത് അരുണാചൽ പ്രദേശിലേക്ക് വരും. അരുണാചൽ പ്രദേശിലെത്തുമ്പം അവിടെ അതിനെ സിയാങ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും അസമിലെത്തുമ്പം ഇത് ബ്രഹ്മപുത്രയായി മാറുകയാണ്. അതിനുശേഷം വീണ്ടും ഇത് ബംഗ്ലാദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് ഈ ബ്രഹ്മപുത്ര നദി. അപ്പം ഇന്ത്യയിൽ അതിനെ ബ്രഹ്മപുത്ര എന്ന് വിളിച്ചാലും നമ്മുടെ അസമിലൊക്കെ ബ്രഹ്മപുത്രയാണ് അറിയപ്പെടുന്നതെങ്കിലും ഹിമാലയത്തിലും ഇപ്പം എവിടെയാണ് ഈ ടിബറ്റിലൊക്കെ ഇതിന് യാർലുങ് സാങ്പോ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഈ നദി ഒരു രാജ്യത്തിൻ്റെ മാത്രം സ്വത്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളുടെ ഒരു ജീവധാരയാണ് ഈ ബ്രഹ്മപുത്ര നദി വരുന്നത്. പക്ഷേ ഇത് എന്താണ് ഈ ചൈന ഇവിടെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു വൈദ്യുത പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടിബറ്റിൽ ഉയരം കൂടുതലാണ്. അപ്പോൾ അവിടെ നിന്ന് ശക്തമായ ഒരു ജലപ്രവാഹം വരികയാണ്. ആ ജലപ്രവാഹം ഉപയോഗിച്ചാണ് വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ പറഞ്ഞത് 60,000 മെഗാവാട്ട് വൈദ്യുതി ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വ്യവസായം തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും യങ്ങായിട്ടുള്ള ഒരു പർവ്വതനിരയാന്ന് പറയും. അപ്പം അതും ഇന്നും അതിൻ്റെ ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ ഒരു സമ്മർദ്ദം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമ്മർദ്ദം നിലനിൽക്കുമ്പം ഒരു ഫോൾട്ട് ലൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതപ്പോൾ ഈ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുമ്പോൾ ഈ ഫോൾട്ട് ലൈൻ ഉണ്ടാവുമെന്ന് പറയും. ഈ സജീവമായിട്ടുള്ള ഒരു ഫോൾട്ട് ലൈൻ എന്ന് പറയുമ്പം ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ പ്ലേറ്റുകൾ കൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പ്ലേറ്റുകൾ നീങ്ങുമ്പോൾ വിള്ളലുണ്ടാകും. ആ വിള്ളലിനെയാണ് ഈ പറയുന്നത് ഫോൾട്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു വിള്ളൽ അവിടെ ഉണ്ടാവുകയും അങ്ങനെ വരുമ്പം ഈ ഒരു പ്രദേശം ഭൂകമ്പ ബാധിത പ്രദേശമായിട്ട് മാറും. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കൊരു ഭീഷണിയാണ്. അതിനാലാണ് ഇത്തരം ഒരു പ്രദേശങ്ങളിലൊക്കെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ, ഇതേപോലെ ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഈ ഡാം പണിയുമ്പം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒക്കെ ഒരു ഭീഷണിയാണ് എന്ന് പറയുന്നത്.
ഇനി ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു ആശങ്ക അത് തന്നെയാണ്. ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നദിയാണ്. അപ്പൊ ഇത് കൂടാതെ തന്നെ ഇത് ആസാമിലാണെങ്കിൽ ഇത് അവരുടെ ഒരു കാർഷിക മേഖല തന്നെയാണ്. ഈ ഒരു നദി നിർണായകമാണ്. അങ്ങനെ വലിയ വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയും ബാധിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഡാം ഉണ്ടെങ്കിൽ വെള്ളം മുഴുവൻ ചൈന തടയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ഒരു നദിയെ പൂർണ്ണമായിട്ട് തടയാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. കാര്യം നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ട് തടയാനൊന്നും കഴിയില്ല. പക്ഷേ ഈ ഡാം വരുമ്പോൾ അതെന്താണെങ്കിലും ഈ ബ്രഹ്മപുത്ര നദിയെയും ആ നദി ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രദേശത്തെ ആൾക്കാരെയും അത് ബാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇനിയും കൃത്യമായി ഭൂകമ്പം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കൃത്യമായി ഒന്നും പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആധുനിക അണക്കെട്ടുകളൊക്കെ ഈ ശക്തമായ ഭൂകമ്പങ്ങൾ കണക്കിലെടുത്താണ് പണിയുന്നത് എങ്കിൽ പോലും ഇത് ഈ ഒരു ഹിമാലയത്തിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ടിബറ്റ്, ഈ ഭൂകമ്പം ഈ ഡാം പണിയുന്ന ആ ഭാഗം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. അങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ ഈ ഡാം പണിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭൂകമ്പം ഉണ്ടാവും ആണ് സാധ്യത എന്നാണ് ഈ കാലാവസ്ഥാ നിരീക്ഷകരും ഈ ശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നത്. അപ്പം ഇന്ത്യ ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ അത് വളരെ നയതന്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടുമാണ് ഇപ്പം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ജലപ്രവാഹ വിവരങ്ങളും ഉപഗ്രഹ നിരീക്ഷണങ്ങളും അതിർത്തി പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ദുരന്ത നിവാരണം സംവിധാനങ്ങളൊക്കെ ഇന്ത്യ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റില്ല. കാര്യം ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. പക്ഷേ ഈ ചൈനയുടെ മെഗാ ഡാം സംബന്ധിച്ചുള്ള ഇപ്പോൾ ഉയരുന്ന ഒരുപാട് ആശങ്കകൾ, ഒരുപാട് ഭൂകമ്പത്തെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഗൗരവമായി തന്നെ ഇന്ത്യ എടുത്തിട്ടുണ്ട്. അതേസമയം ഇപ്പോഴുള്ള റിപ്പോർട്ടുകളിൽ ഡാം തകരുമെന്നോ അങ്ങനത്തെയുള്ള ഒന്നും വന്നിട്ടില്ല. വികസനം എപ്പോഴും അനിവാര്യം തന്നെയാണ്. പക്ഷേ ഈ പ്രകൃതിയുടെ ശക്തിയെ ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റില്ല. കാര്യം പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ പോലും പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അത് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള ഡാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് നമ്മൾ എടുത്തേ മതിയാവൂ. അതിന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിൽ തന്നെയാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന പോലെ ഡാം നിർമ്മിക്കും, ഈ റിസർവോയറിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം നിറയുകയും ചെയ്യുമ്പോൾ ചിലപ്പം അമിത സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ സമ്മർദ്ദം വരുമ്പോഴാണ് ഈ ഫോൾട്ട് ലൈൻ സജീവമാകുകയും ചെയ്യുന്നത്, വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. അങ്ങനെ തന്നെയാണ് ചൈനയെ സംബന്ധിച്ച് ഇത് വെറും ഒരു അണക്കെട്ടുമല്ല, അവരുടെ അഭിമാന പ്രതീകമാണ്, അവരുടെ ഏറ്റവും വലിയ ഒരു സംരംഭമാണ്. അപ്പം അവർക്ക് നിലവിൽ ഒരു 3 ഗോർജസ് ഡാമിനേക്കാൾ വലിപ്പമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഈ ബ്രഹ്മപുത്രയുടെ മുകളിൽ വരുന്ന ഡാം എന്ന് പറയുന്നു. ഇതിന് 2025 ജൂലൈയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി തറക്കല്ലിട്ട് 2026 ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇപ്പം പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചുറ്റുമുള്ള പരിസരത്ത് പ്രദേശങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു ദുരന്ത സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്താണേലും നമുക്ക് നമ്മുടെ ആസാമിലേക്ക് വരുന്നത് ബ്രഹ്മപുത്രയും നമ്മുടെ ആ നദിയിൽ ബ്രഹ്മപുത്ര നദിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനൊരു കേടുപാടും സംഭവിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊരു നമ്മൾ പ്രതീക്ഷിക്കാം, അല്ലേ? അതിൽ കൂടുതൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഇതിവിടെ പണിയാൻ പോകുന്നു. ഇപ്പോഴാണ് ഇത് ഭൂകമ്പ ബാധിത പ്രദേശമാണെന്ന് മനസ്സിലായതും. നേരത്തെ അത്രയധികം അതിനെക്കുറിച്ച് അത്ര കൺസേൺ അല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇത്രയധികം വിവരങ്ങൾ വരുമ്പോഴാണ് ഇത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്താണേലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.